നെഞ്ചിനകത്ത് മമ്മൂക്ക, നെഞ്ചി വിരിച്ച് മമ്മൂക്ക, അന്യായ ട്വിസ്റ്റ് പടം, വേറെ ലെവൽ പടം. ഫ്രണ്ടിൽ കുത്തി മമ്മൂക്ക, റൈമാൻ വെച്ച് മമ്മൂക്ക, മമ്മൂക്ക മമ്മൂക്ക, നെഞ്ചിനകത്ത് മമ്മൂക്ക, വേറെ ലെവൽ പടമാണ്. മസ്റ്റ് വാച്ച് പടമാണിത്. ഇത് CID രാംദാസിനും CID മൂസയ്ക്കും മേളി വരുന്ന പടമാണ്. CID ഡൊമിനിക് ആറാടുന്നതിന് നൃത്തമാടുന്നതിന് പറയുന്ന പോലല്ല, ഭരതനാട്യത്തിൽ മസ്റ്റ് വാച്ച് പടമാണ്. നിങ്ങൾക്ക് പടം കാണുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ എനിക്കും മമ്മൂട്ടിയുടെ നായിക ആവണമെന്ന് ആഗ്രഹം, മമ്മൂട്ടിയുടെ നായികയോട് അഭിനയിക്കണം എൻ്റെ ആഗ്രഹം. അത് ഞാനിവിടെ ബ്രേക്ക്ഫാസ്റ്റും കഴിക്കാണ് ഈ പടത്തിന് വന്നത്. അപ്പം ഞാൻ മമ്മൂട്ടിയുടെ ഞാൻ ഒരുപാട് നാളായിട്ട് വെയിറ്റ് ചെയ്ത് വാച്ച് ചെയ്ത പടമാണിത്. അപ്പം അന്യായ ട്വിസ്റ്റാണ്. അപ്പം നമ്മൾ സംഭവം വിചാരിക്കുന്ന പോലെ ഷൈൻ ടോജൊക്കെ കുറച്ച് അണ്ടർ റേറ്റഡ് ആക്കിയിട്ടുണ്ട്. ഷൈൻ ടോജൊക്കെ നല്ല റോള് കൊടുത്തിട്ടില്ല. പക്ഷെ എന്നാൽ പോലും സുരേഷ് ഗോപി മോനായിട്ട് മമ്മൂട്ടി പൊളിച്ചിട്ടുണ്ട്. പ്രായം 86 നമ്പർ എന്ന് തെളിയിച്ചിരിക്കുകയാണ് മമ്മൂക്ക. നെഞ്ച് വിരിച്ച് പടം എനിക്കൊരു എന്താ പറയുക, ഒരു സ്ലോ പേസ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. ബേസിക്കലി നമ്മൾ ഈ ഷെർലക് മൂവീസൊക്കെ കാണുന്ന പോലത്തെ ടൈപ്പ് ഡീറ്റെയിൽസിന് ഇമ്പോർട്ടൻസ് കൊടുത്തുള്ള ഒരു മേക്കിംഗ്. ഗോകുൽ സുരേഷ് ആൻഡ് മമ്മൂട്ടി കോമ്പിനേഷൻ നല്ല രസമുണ്ടായിരുന്നു. ഇവരുടെ പഴയ കാലത്തെ മൂവി റെഫറൻസ്, അതിനകത്ത് കോമഡീസൊക്കെ അത്യാവശ്യം വർക്കൗട്ടായിരുന്നു. പിന്നെ ഫസ്റ്റ് ഹാഫിൽ സ്ലോ പേസ് ആണെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ചെറിയ ലാഗ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി എൻഗേജിങ് ആണ്. ക്ലൈമാക്സ് ട്വിസ്റ്റ് ആ ഒരു പോയിന്റ് നല്ല ഹൈ ആയിരുന്നു. പല ആ സമയത്ത് നല്ല രീതിയിൽ ഹൈ ആയിരുന്നു. സോ ഓവറോൾ നോക്കുവാണെങ്കിൽ എനിക്ക് വൺ ടൈം വാച്ച് പോയിട്ട് ഫീൽ ചെയ്തത്. മമ്മൂട്ടി ആസ് യൂഷ്വൽ സ്റ്റൈലിഷാണ്. പ്രത്യേകിച്ച് ബീച്ചിലൂടെ നടന്ന ഷോട്ടൊക്കെ ഉണ്ടായി, അത് പുള്ളിയെ കാണാൻ രസമാണ്. ഗോകുൽ സുരേഷും ഒരു കോമ്പിനേഷൻ രസമുണ്ടായിരുന്നു. പിന്നെ ക്ലൈമാക്സ് ട്വിസ്റ്റ് കൊള്ളാം. ഷെർലോക്ക് ടൈപ്പ് കൂടുതൽ ഡീറ്റെയിൽസിന് ഇമ്പോർട്ടൻസ് കൊടുത്തുള്ള മൂവിയാണ്. പിന്നെ ഗൗതം വാസുദേവൻ മമ്മൂട്ടി ഫസ്റ്റ് ടൈം മമ്മൂട്ടി കമ്പനി. ഒരുപാട് ആക്ഷൻ സീക്വൻസോ അങ്ങനെ ഫാസ്റ്റ് റഷ് ക്യാമറാസ് അങ്ങനെയൊന്നുമില്ല. സ്ലോ ആയിട്ടാണ് പോകുന്നത്. ഒരു ഹാപ്പി ഗോ ലക്കി ആയിട്ടുള്ളൊരു ഓഫീസർ, പക്ഷേ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഓഫീസർ എങ്ങനെ ഒരു എങ്ങനെ ഒരു കേസ് തെളിയിക്കുന്നു എന്നുള്ളതാണ്. ഓരോ നോക്കുകയാണെങ്കിൽ ആവറേജ് ഉണ്ട്. പടം ഡൊമിനിക്ക് ഞാൻ വിചാരിച്ച അത്രയും ഒരു ലെവലിലൊക്കെ വന്നുള്ളതാണെന്ന് പറയാം. കാരണം ഞാൻ കുറച്ചും കൂടി കോമഡി കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചു. അതെനിക്ക് അത്രയ്ക്കും കൊണ്ട് പടത്തിൽ നിന്ന് കിട്ടിയിട്ടില്ല. പിന്നെ ഫസ്റ്റ് ഹാഫ് എനിക്ക് ചെറുതായിട്ട് ലാഗ് അടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മെയിൻ കാരണം ഈ പടത്തിൽ ഈ പടം കാണാൻ വരാൻ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ മമ്മൂക്ക ഇടുന്ന സ്റ്റെപ്പ് കാണാൻ വേണ്ടി മാത്രം. അതൊക്കെ ഗംഭീരമായിട്ട് പുള്ളി പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പുള്ളി ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പുള്ളി ഫൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതും രസമായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ എന്തോ പടം അതിനുള്ളൊരു ഇത് എനിക്ക് തോന്നിയില്ല. ക്ലൈമാക്സിന് വേണ്ടി പിടിച്ചൊരു പടം അങ്ങനെയായിട്ട് എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. സുരേഷ് ഗോപിയുടെ മകൻ പുള്ളിക്കാരൻ ഇതിൽ ത്രൂ ഔട്ട് പുള്ളിക്കാരൻ മമ്മൂക്കയുടെ കൂടെ ഉണ്ട്. പുള്ളിക്കാരനെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്താ ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് ഹാഫ് തന്നെ ചെറുതായിട്ട് വെറുപ്പിച്ചു. അത് ലാഗ് അടിച്ച പോലെ എനിക്ക് ഫീൽ ചെയ്തു. പടം നല്ല സിനിമയാണ്. മമ്മൂട്ടി കമ്പനിയുടെ വേറൊരു ഹിറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ ഓഡിയൻസ് ആണല്ലോ ഫൈനലി നമ്മളെ ജഡ്ജ് ചെയ്യുന്നത് ഓഡിയൻസാണ്. ഞാൻ പറയുന്ന പോലെയല്ല. എന്തായാലും മമ്മൂക്കനെ ഇഷ്ടപ്പെടുന്ന, നമുക്ക് താരത്തെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും ഒട്ടും പ്രതീക്ഷ പറയാത്തൊരു സിനിമ തന്നെ ആയിരിക്കും ഡൊമിനിക്. ഡയറക്ഷൻ ബേസിലാണെങ്കിലും എല്ലാത്തിലാണെങ്കിലും മമ്മൂക്കയുടെ പെർഫോമൻസിന്റെ ബേസിൽ നമുക്കൊരു പെർഫോമർ ആർട്ടിസ്റ്റാണ് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ടിരിക്കാല്ല. കഴിഞ്ഞ 50 വർഷമായിട്ട് മൂവി ചെയ്ത ആർട്ടിസ്റ്റാണ് അല്ലേ. പിന്നെ സബ്ജക്റ്റ് എന്ന് പറയുന്നൊരു ഫ്രഷ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. അത് ഇഷ്ടപ്പെടുന്ന ഓഡിയൻസ് ഉണ്ട് നമ്മളെ മലയാളികൾ. ആ ഓഡിയൻസിനെ എന്തായാലും ഈ പടം വർക്കൗട്ടാവും. നന്നായിരുന്നു, അടിപൊളിയായിരുന്നു. ആ സംഭവം അവരെ അതിനുള്ള കെമിസ്ട്രി നന്നായിട്ട് തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ട് ഈ പടത്തിൽ. നമ്മൾ കൂടുതൽ അതിനെപ്പറ്റി സംസാരിക്കുക, കാരണം ടിക്കറ്റ് എടുക്കുന്ന ആൾക്കാരെ നമ്മൾ കൂടുതൽ അതിനെപ്പറ്റി റിവീൽ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ ഒരു ഇത് പോകും. അപ്പോൾ എന്തായാലും ടിക്കറ്റ് എടുത്തിട്ട് തന്നെ നമ്മുടെ ഓഡിയൻസ്, പ്രേക്ഷകർ, നമുക്കിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ പടം കണ്ടിട്ട് എക്സ്പീരിയൻസ് ഉണ്ട്. അവർ പറയട്ടെ ഈ പടം നല്ലതാണോ മോശമാണെന്നുള്ളത്. കാണണം. ഈ പടങ്ങൾ മമ്മൂട്ടി കമ്പനിയുടെ പടങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരു ട്രസ്റ്റ് ഉണ്ട്. ആ ട്രസ്റ്റിനെ ഒട്ടും കുറയാത്ത രൂപത്തിൽ തന്നെ പടം വന്നിട്ടുണ്ട്, വർക്കൗട്ട് ആയിട്ടുണ്ട്. അതിന് അത്ര വശങ്ങൾക്കും നമുക്ക് പോകേണ്ട ആവശ്യമില്ല. പടങ്ങൾ കാണണ്ടേ, പടങ്ങൾ കണ്ടിട്ട് ജനങ്ങൾ തീരുമാനിക്കട്ടെ പടം നല്ലതാണോ മോശമാണോ. എൻ്റെ അഭിപ്രായമല്ല, ഞാനൊരു ഓഡിയോ എന്നുള്ള എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയാൻ പ്രത്യേകിച്ച് പ്രേക്ഷകർ കാണണ്ടേ. മമ്മൂട്ടി കമ്പനി എന്ന് പറയുമ്പോൾ തന്നെ ജനങ്ങൾക്ക് ആ കമ്പനിയോടൊരു വിശ്വാസമുണ്ട്, അത്തരം സിനിമകളോടൊരു വിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും ആ വിശ്വാസം കുറയാത്ത രൂപത്തിൽ തന്നെ ഈ സിനിമ വന്നിട്ടുണ്ട്. ജനങ്ങൾ കണ്ട് തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടട്ടെ. ഡൊമിനിക് എന്ന് പറയുന്ന ഈ ഒരു ചിത്രം ഗൗതം വാസുദേവ് മേനോൻ എന്ന തമിഴ് സംവിധായകൻ്റെ മലയാളത്തിലെ അരങ്ങേറ്റം, നമ്മുടെ മലയാളികളുടെ സ്വന്തം മമ്മൂക്ക പകർന്നാടിയ ഒരു ചിത്രം. ഇതിൻ്റെ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ്, അതേപോലെ തന്നെ നായികയായിട്ട് വന്ന ആ ഒരു കഥാപാത്രം ചെയ്ത
ശ്രീനിവാസ് ആയാലും ഗോകുൽ സുരേഷ്, അമ്മ വേഷം ചെയ്ത ആ ഒരു നടി, അവരെല്ലാവരും അഭിനയിച്ചിരിക്കുന്ന എല്ലാ ക്യാരക്ടറും നല്ല രീതിയിൽ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കഥ, ഇത് അവതരിപ്പിച്ചേക്കുന്ന രീതി. സാധാരണ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി എന്ന് പറയുമ്പോൾ നമ്മൾ ബലം പിടിച്ച് വളരെ ആകാംക്ഷയോടുകൂടി നിൽക്കുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയാണ്. ഇതൊരു പുതുമയുണ്ട്. കുടുംബവുമൊത്ത് നമുക്ക് കണ്ട് ആസ്വദിച്ച് തിരിച്ച് ആ ഒരു ലെവലിലേക്ക് പോകുന്ന ഒരു അവതരണം. തീർച്ചയായിട്ടും ഗൗതം വാസുദേവ മേനോൻ എന്ന് പറയുന്ന ഈ ഒരു സംവിധായകൻ നല്ല രീതിയിൽ തന്നെ അദ്ദേഹം നല്ല കൈയടക്കത്തോടുകൂടി ഈ ഒരു ചിത്രം മലയാളികൾക്ക് സമ്മാനിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഫാമിലി മൊത്തം കാണാൻ പറ്റിയ നല്ലൊരു ചിത്രം തന്നെയാണ് ലോകം.